ഒറ്റപ്പാലത്തിൻ്റെ സ്വന്തം വരിക്കാശ്ശേരി മന അഥവാ നമ്മുടെ ലാലേട്ടൻ്റെ മംഗലശ്ശേരി തറവാട് മലയാള സിനിമയുടെ ഈറ്റില്ലമായ എൻ്റെ നാട്ടിൽ തന്നെയുള്ള ഈ മനയിലേക്ക് 7ാം തവണയാണ് ഞാൻ വരുന്നത്. ഓരോ തവണയും എന്നോടൊപ്പം പുതിയ പുതിയ ആളുകളായിരിക്കും. അതുകൊണ്ട് തന്നെ അവരോടൊപ്പം പുതിയ പുതിയ അനുഭവങ്ങളും. അപ്പോൾ ഇത്തവണ എന്നോടൊപ്പം ഉള്ളത് ഹൃഷിച്ചേട്ടനും ദീപചേച്ചിയും സരസ്വതി അമ്മയാണ്. രാവിലെ തളിക്കുളത്തുനിന്ന് അവർ വാടനാംകുറിശ്ശിയിലേക്ക് എത്തി. അങ്ങനെ വാടനാംകുറിശ്ശിയും ഷൊർണൂരും ഒക്കെ ഒന്ന് ചുറ്റിക്കണ്ടതിന് ശേഷം ഞാൻ നേരെ നമ്മുടെ മനിശ്ശേരി വരിക്കാശ്ശേരി മനയിലേക്ക് കൊടുന്നു. സിനിമകളിൽ ഒരുപാട് കണ്ടിട്ടുള്ള ഈ ഒരു മന ആദ്യമായിട്ട് കണ്ട ഒരു സന്തോഷത്തിലാണ് അവർ 3 പേരും. ചേട്ടൻ കാര്യമായിട്ട് കിണർ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ തിരക്കിലാണ്. ഇതാണോ രാപ്പകൽ സിനിമയിൽ മമ്മൂട്ടി ഉപയോഗിച്ച ആട്ടുകല്ലെന്നാണ് ദീപചേച്ചിയും അമ്മയും എന്നോട് ചോദിച്ചത്. ഇത് തന്നെ ആയിരിക്കുമല്ലേ? കഴിഞ്ഞ തവണയൊക്കെ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ എൻട്രി ഫീസ് 30 രൂപയായിരുന്നു. ഇപ്പം 50 രൂപയ്ക്ക്. അതിൽ ഞാൻ കുറ്റം പറയുന്നതല്ല കേട്ടോ. പക്ഷേ പൈസ കൂട്ടുന്നതിനനുസരിച്ച് മെയിൻ്റനൻസും കുറച്ചും കൂടിയും ബെറ്റർ ആക്കാമായിരുന്നു. ഒരുപാട് പേര് വരുന്നതല്ലേ. അപ്പം ഞാനും ഒന്ന് കിണർ ഷൂട്ട് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട്. എത്ര മലയാള സിനിമകൾ പിറന്നൊരു സ്ഥലമാണല്ലേ ഇത്. ഈ ഒരു മന ഏറ്റവും കൂടുതൽ പ്രശസ്തമായത് IV ശശി സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രം ദേവാസുരത്തിലൂടെയാണെങ്കിലും ഇവിടെ വെച്ച് ആദ്യമായി ചിത്രീകരിച്ച സിനിമ 1987 റിലീസായ മോഹൻ സംവിധാനം ചെയ്ത തീർത്ഥമാണ്. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഉൾപ്പെടെ 100-ൽ കൂടുതൽ സിനിമകൾ ഈ മനയിൽ വെച്ച് ചിത്രീകരിച്ചിട്ടുണ്ട്. ഒറ്റപ്പാലം ടൂറിസത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന വരിക്കാശ്ശേരി മനയിൽ വെച്ച് ഈ അടുത്ത കാലത്ത് ഒരുപാട് പ്രീ വെഡ്ഡിംഗ് ഫോട്ടോഷൂട്ടുകളും നടത്താറുണ്ട്. അകത്ത് ഞാൻ ശ്രദ്ധിച്ച ഒരു നല്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ തവണയൊക്കെ വന്നപ്പോൾ ചുമരിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വരുന്നവരിങ്ങനെ കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ട് ആകെ ചുമരൊക്കെ വൃത്തികേടായിരുന്നു. തവണ ഒന്ന് റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ട് അവർ. കഴിഞ്ഞ വർഷം ദീപാവലി ദിവസമാണ് ഹൃഷിച്ചേട്ടനെയും കുടുംബത്തെയും ആദ്യമായിട്ട് ഞാൻ നേരിട്ട് കണ്ടതും അവരോടൊപ്പം വ്ളോഗ് എടുത്തതും ഗുരുവായൂർ വെച്ച്. അന്ന് മുതലേ ഞാൻ അവരെ നമ്മുടെ നാട്ടിലേക്ക് ക്ഷണിക്കുന്നതാണ്. ചേട്ടൻ്റെ ചില തിരക്കുകൾ കാരണവും പിന്നെ എൻ്റെ ചില യാത്രകൾ കാരണവും അതിങ്ങനെ നീണ്ടു പോയി. ഇന്നത് സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ചേട്ടാ, നമ്മുടെ ക്യാമറകൾ അങ്ങനെ വീണ്ടും കണ്ടുമുട്ടി. മുമ്പത്തെ വരവുകളിൽ 2 തവണ ഞാൻ വരിക്കാശ്ശേരി മനൻ്റെ ഒരു ഡീറ്റെയിൽ ബ്ലോഗ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കുകളും അതുപോലെ ഇന്ന് ഹൃഷിച്ചേട്ടൻ ചെയ്യുന്ന വീഡിയോൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു കട പരിചയപ്പെടുത്തി തരാം. നല്ല നാടൻ ഉണ്ണിയപ്പവും എണ്ണ പലഹാരങ്ങളും സർവത്തും ഒക്കെ കിട്ടുന്ന വരിക്കാശ്ശേരി മനയുടെ തൊട്ടടുത്തുള്ള അണ്ണൻസ്. മനയൊക്കെ കണ്ട് നടന്ന് ക്ഷീണിച്ച് വന്നു കഴിഞ്ഞാൽ നല്ല പാൽ സർബത്തും അതുപോലെ നോർമൽ സർബത്തും പിന്നെ മെയിനായിട്ട് ഉണ്ണിയപ്പം. കാലിഫോർണിയയിലെ ഉണ്ണിയപ്പത്തിന് ഇവിടുത്തെ സ്വാദുണ്ടോ? അല്ല, ഇവിടുന്ന് നിങ്ങളമാര് ഒരാൾ കൊണ്ടുപോയിട്ട് അവന്റെ ക്ലാസ്മേറ്റുകളുണ്ട്. അപ്പൊ അവിടുത്തെ മറ്റേ റൂമിൽ അവര് ഉണ്ണിയപ്പം ഇവര് വീട്ടിലേക്ക് കൊടുത്തയച്ചത്. എവിടെ നിന്നാണ് ചോദിച്ചപ്പോ വരിക്കാശ്ശേരി എന്റെ അവിടെ നിന്നാണ് പറഞ്ഞത്. എന്റെ ഫ്രണ്ടാണ് അവനെ. ചേട്ടന്റെ നിഷ്കളങ്കമായ സംസാരം കേൾക്കാൻ തന്നെ എന്തൊരു രസമല്ലേ. ചേട്ടനും മകനും കൂടിയാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കണത്. നമ്മുടെ വീട്ടിൽ അമ്മ ഉണ്ടാക്കണ ഉണ്ണിയപ്പത്തിൻ്റെ അതേ രുചി. 5 രൂപയാണ് ഈ ഉണ്ണിയപ്പത്തിൻ്റെ വില. നല്ല വിശപ്പുള്ള സമയമാണെങ്കിൽ ഒരു 7-8 എണ്ണൊക്കെ ഒറ്റ ഇരിപ്പിനെ അകത്താക്കാം. എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടോ? ദീപചേച്ചിക്ക് ഉണ്ണിയപ്പത്തിനോട് വലിയ താല്പര്യം ഇല്ല പണ്ട് തൊട്ടേ എന്നാണ് ചേട്ടൻ പറഞ്ഞത്. പക്ഷെ ചേട്ടനും അമ്മയും നന്നായി ആസ്വദിച്ച് കഴിച്ചു ഉണ്ണിയപ്പം. എൻ്റെ കാര്യം പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ഇവിടെ അപ്പം മാത്രമല്ല നല്ല മൊരിഞ്ഞ പരിപ്പുവടയും കിട്ടും. ഇവർ ചെറിയ രീതിയിൽ പാർട്ടി ഓർഡറുകളൊക്കെ സ്വീകരിക്കുന്നുണ്ടേ. അപ്പം ഞാൻ കുടിക്കാൻ എന്താ ഉള്ളതെന്ന് ചോദിച്ചപ്പോൾ സോഡാ സംഭാരമുണ്ട്, പാൽ സർബത്തുണ്ട്, ചായയും കാപ്പിയുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാനും ദീപചേച്ചിയും ഓരോ പാൽ സർബത്ത് പറഞ്ഞു, ചേട്ടനും അമ്മയും നോർമൽ സർബത്തും പറഞ്ഞു. എൻ്റെ പാൽ സർബത്ത് റെഡി ആയിട്ടുണ്ട്. എന്നാൽ ഞാനതൊന്ന് ആസ്വദിച്ച് കുടിക്കട്ടെ.
ഇവിടുത്തെ പാൽ സർബത്ത് ഒരു രക്ഷയില്ല, മസ്റ്റ് ട്രൈ തന്നെയാണ്. രാവിലെ ഹെവി ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ട് തന്നെ അധികം ഉണ്ണിയപ്പം കഴിക്കാൻ പറ്റിയില്ല. ഒരു 10 എണ്ണം പാർസൽ എടുത്തു. ഇനിയും വരണമെന്ന് സ്നേഹത്തോടു കൂടി ആ ചേട്ടൻ പറഞ്ഞു. ഞങ്ങളുടെ 2 പേരുടെയും യൂട്യൂബ് ചാനലും ചേട്ടൻ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തു. തിരിച്ച് വണ്ടി എടുക്കാൻ വേണ്ടി മനയിലേക്ക് വന്നപ്പോഴാണ് ലോറി ഇവിടെ കിടക്കുന്നത് കണ്ടേ, ആനയുടെ ലോറിയെ. പക്ഷെ ആനേനെ കാണാനില്ല. അങ്ങനെ നമ്മുടെ അണ്ണൻസ് കടയിലെ ഉണ്ണിയപ്പവും കഴിച്ചു, പാൽ സർബത്തും കുടിച്ചു. ലാസ്റ്റ് ടൈം ഇവിടെ വന്നപ്പം ആക്ച്വലി ആ കട അടയ്ക്കാറാവുന്ന സമയമായിരുന്നു. ഒരു 5 ഉണ്ണിയപ്പേ കിട്ടിയുള്ളൂ. പക്ഷെ നല്ല അടിപൊളി ഉണ്ണിയപ്പമായിരുന്നു, നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കണ പോലെ. അപ്പോഴേ തൊട്ടേ വിചാരിച്ചതാണ് അടുത്ത തവണ വരിക്കാശ്ശേരി മന വരുന്നുണ്ടെങ്കിൽ ഉണ്ണിയപ്പം കഴിക്കണമെന്ന്. നടന്നു, അടിപൊളി. അതെ, ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ക്ഷീണം കുറേയൊക്കെ നമ്മുടെ പാൽ സർബത്ത് മാറ്റിയില്ലേ? നല്ല സർവത്തായിരുന്നു. സോഡയും കൂടി കുടിച്ചപ്പോഴേ അതെ, ഒരു ഉഷാറ് കിട്ടി. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് വാണിയംകുളത്തെ ജയഭാരത് ഹോട്ടലിലേക്കാണ്. 70 വർഷത്തെ പാരമ്പര്യമുള്ള പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടൽ. പക്ഷെ ഞങ്ങൾക്കിന്ന് ഭാഗ്യമില്ല, ആ ഹോട്ടൽ ഇന്ന് ക്ലോസ്ഡ് ആണ്. എന്താ കാരണം എന്നറിയില്ല. സത്യം പറഞ്ഞാൽ 4 പേർക്കും വിശപ്പങ്ങടായി വരണേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ലഞ്ചിന് ശേഷം പോകാമെന്ന് വിചാരിച്ചൊരു സ്ഥലമുണ്ട്. അങ്ങോട്ടേക്ക് ഞങ്ങളിപ്പോൾ ലഞ്ചിന് മുന്നേ തന്നെ എത്തി. ഇത് നമ്മുടെ നാടിൻ്റെ അഭിമാനമായിട്ടുള്ള പത്മശ്രീ ശ്രീ KK രാമചന്ദ്ര പുലവരുടെ വീടും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ തോൽപ്പാവക്കൂത്ത് കലാകേന്ദ്രവും സ്റ്റഡി സെൻ്ററുമാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് കൂനത്തറയിലാണ്. കേരളത്തിൻ്റെ അതുല്യമായ പാരമ്പര്യ കലാരൂപങ്ങളിലൊന്നാണ് തോൽപ്പാവക്കൂത്ത്. പാലക്കാട്, തൃശൂർ, മലപ്പുറം ജില്ലകളിലെ ദേവീക്ഷേത്രങ്ങളിൽ അനുഷ്ഠാനത്തിന്റെ ഭാഗമായി ഈ കലാരൂപം അവതരിപ്പിച്ചു വരുന്നു. മൃഗങ്ങളുടെ തോലുകൊണ്ട് നിർമ്മിച്ച പാവകളെ വിളക്കിൻ വെളിച്ചത്തിന് മുന്നിൽ ചലിപ്പിച്ച് വെളുത്ത തുണിயின் മുന്നിൽ നിഴലുകൾ ഉണ്ടാക്കിയാണ് കഥകൾ അവതരിപ്പിക്കുന്നത്. പ്രശസ്തനായ തോൽപ്പാവക്കൂത്ത് കലാകാരൻ ശ്രീ KK രാമചന്ദ്ര പുലവർ ക്ഷേത്രങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന പാവക്കൂത്തിന്റെ സാധ്യതകൾ നാടകവേദികളിലേക്കും ബോധവൽക്കരണ കേന്ദ്രങ്ങളിലേക്കും എത്തിച്ചതിൽ ഇദ്ദേഹത്തിന് മുഖ്യ പങ്കുണ്ട്. ഇന്ത്യയിലും വിദേശത്തുമായിട്ട് ഒരുപാട് വേദികളിൽ അദ്ദേഹം തോൽപ്പാവക്കൂത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. 2021 രാജ്യം അദ്ദേഹത്തെ പത്മശ്രീ നൽകി ആദരിച്ചു. അതോടൊപ്പം തന്നെ ഫോക്ലോർ അക്കാദമി പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. ഇന്ന് ഞങ്ങളിവിടെ എത്തിയപ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിന്റെ മകൻ ശ്രീ രാജീവ് പുലവരും സ്ഥലത്തുണ്ടായിരുന്നില്ല. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ മരുമകളായ അശ്വതി മാഡം ഞങ്ങളെ വളരെ സ്നേഹത്തോടെ സ്വീകരിക്കുകയും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരികയും ചെയ്തു. ഇതിപ്പോ ഇങ്ങനെയാണ് കാണിക്കാതെ നിഴലില് ഒരു സ്ക്രീൻ വെച്ചിട്ടല്ലേ കാണിക്കാൻ? പക്ഷെ എന്നിരുന്നാൽ കൂടി ഇത് കറക്റ്റ് പെയിന്റ് ഒക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കിണ്ടല്ലേ? അപ്പോൾ നമ്മള് ശരിക്കും കാണുമ്പോൾ നിഴല് പോലെ അല്ലേ അല്ലേ? പക്ഷെ എന്നാലും കൂടി നിങ്ങൾ ഇത്രയും ഭംഗിയാക്കി വെക്കില്ലേ? തോൽപ്പാവക്കൂത്തിന്റെ ചരിത്രത്തിനെക്കുറിച്ചും ഇവിടെ ഉപയോഗിക്കുന്ന പാവകളെക്കുറിച്ചും പറഞ്ഞു എന്നതോടൊപ്പം ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ഒരു 5 മിനിറ്റ് സ്പെഷ്യൽ ഷോ ഞങ്ങൾക്കായി അറേഞ്ച് ചെയ്തു. അപ്പോൾ അതിൻ്റെ ചില പ്രസക്ത ഭാഗങ്ങൾ നിങ്ങളും കണ്ടോളൂ. ഗണപതി വിഘ്നേശ്വരരെ സ്തോത്രം ചെയ്തുകൊള്ളാം. ശ്രീരാമചന്ദ്രനും ജയമംഗളം, നല്ല ജയമംഗളം, നല്ല
ഒരുപാട് സന്തോഷമായി തോൽപ്പാവക്കൂത്ത് കാണാൻ പറ്റിയതിൽ. കമ്പരാമായണത്തെ അടിസ്ഥാനമാക്കിയാണ് ഇതിൻ്റെ കഥ. പൊതുവെ ക്ഷേത്രങ്ങൾക്ക് പുറത്തുള്ള കൂത്തുമാടത്ത് വെച്ചിട്ടാണ് ഇത് അവതരിപ്പിക്കാറുള്ളത്. ഇവിടുന്ന് ഏകദേശം 1 കിലോമീറ്റർ മാറി കവളപ്പാറയിലുള്ള 96 ദേശങ്ങളുടെ തട്ടകത്തമ്മയായ ആര്യങ്കാവിലമ്മയുടെ പൂരം. എല്ലാ വർഷവും മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായി 21 രാത്രികളിലായി നടത്തുന്ന തോൽപ്പാവക്കൂത്ത് വള്ളുവനാടൻ ചരിത്രത്തിൻ്റെ സ്വർണ്ണ ലിപികളിൽ ചേർത്തിട്ടുള്ളതാണ്. ഒരു പക്ഷേ എൻ്റെ തലമുറയിലുള്ള ആളുകൾ ആദ്യമായി കണ്ട തോൽപ്പാവക്കൂത്ത് മീശമാ ത്തിലെ കഥാപാത്രങ്ങൾ മാത്രമല്ല, യേശു ക്രിസ്തുവിൻ്റെയും ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ ശ്രീ മഹാത്മാഗാന്ധിയുടെയും പാവകൾ ഞാനിവിടെ കണ്ടു. ഈ പാവകളൊക്കെ തന്നെ ഇവിടെ ഉണ്ടാക്കുന്നതാണ്. സമകാലീന രാഷ്ട്രീയ നേതാക്കന്മാരുടെ പാവകൾ കൂടി കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് കൗതുകം തോന്നി. ഈ ഒരു വീഡിയോയിലൂടെ ഇന്നത്തെ തലമുറയിലുള്ള യുവക്കൾക്ക് ഈ ഒരു കലാരൂപത്തിനോട് താല്പര്യം വരികയും കൂടുതൽ അറിയാൻ ശ്രമിക്കുകയും ചെയ്താൽ ഒരു വ്ളോഗർ എന്ന നിലയിൽ എൻ്റെയും എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെയും വിജയമായിട്ട് ഞാൻ കരുതുന്നു. ഇങ്ങനൊരു മികച്ച അനുഭവം ഞങ്ങൾക്ക് സമ്മാനിച്ച അശ്വതി മാഡത്തിനോടും രാജലക്ഷ്മി മാഡത്തിനോടും നന്ദി പറഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. അർജുൻ ബ്രോ പറഞ്ഞപ്പോൾ ഇത്രയും വിചാരിച്ചില്ല കേട്ടോ. സംഗതി വെടിക്കെട്ടായിട്ടാണെന്ന് തന്നെ പറയാം. പിന്നെ എന്താ പറയുക, നമ്മളൊരു ഒരു ട്രഡീഷൻ ഉണ്ടല്ലോ, അതിങ്ങനെ എന്താ പറയുക, ആരും അറിയാതെ പോകേണ്ട ഒരു പെയിൻ ഉണ്ടല്ലോ, അതെനിക്ക് ശരിക്കും ഫീൽ ചെയ്ത് തുടങ്ങുമ്പോൾ എനിക്ക് മാക്സിമം ഇത് പ്രൊമോട്ട് ചെയ്യണം, എല്ലാവരും ഇത് കാണണം എന്നൊക്കെ ഒരു ആഗ്രഹം തോന്നി. പ്രത്യേകിച്ച് ഇവിടെ വന്നപ്പോൾ എനിക്ക് കൂടുതൽ തോൽപ്പാവക്കൂത്തിനെ പറ്റി അറിയാനും വലിയൊരു ഷോ കാണാനുള്ളൊരു താല്പര്യം കൂടി. അതെ, മൊത്തത്തിൽ ഭയങ്കര വർത്തായിരുന്നു ഇവിടുത്തെ വിസിറ്റ്. അതെ, അങ്ങനെ ഋഷിചേട്ടൻ പറഞ്ഞ പോലെ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടി. സ്വന്തം നാട്ടിൽ തന്നെയാണ്, പക്ഷേ ഞാൻ ഇവിടെ എത്തിച്ചേരാൻ കുറച്ച് ലേറ്റായി. അപ്പോൾ നല്ല കുറേ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാനും പറ്റി. ആ ഒരു സന്തോഷത്തോടു കൂടി ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ ചാനൽ ആദ്യമായി കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. വീഡിയോ എൻഡ് ചെയ്യുന്ന സമയമായപ്പോഴേക്കും ചെറിയൊരു മഴ പെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് ഇപ്പോൾ അത്യാവശ്യം വിശപ്പൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ ഞാൻ അടുത്തൊരു നല്ലൊരു ഫുഡ് സ്പോട്ടിലേക്ക് പോവുകയാണ്. ആ കാഴ്ചകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. അതുവരയ്ക്കും ബായ്. ഒരു ബായ് പറയോ? ബൈ ബായ്.